ഡ്രൈ കപ്പ കൊണ്ട് നല്ല ഫ്രഷ് കപ്പ കൊണ്ട് തയ്യാറാക്കുന്ന അതേ രുചി കപ്പ ബിരിയാണി തയ്യാറാക്കലും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് 1.5 കിലോ ഉണക്കക്കപ്പ എടുത്തുണ്ട്. പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാവും. കാരണം ഉണക്കക്കപ്പയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ഫ്രഷ് കപ്പയുടെ അതേ രുചിയിലും നമുക്ക് ഇതേ ബിരിയാണി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് കപ്പ ഇതുപോലെ വെള്ളത്തിൽ ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം. അപ്പോൾ കപ്പ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം കപ്പയിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഊറ്റി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം വെള്ളവും കൂടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അല്പം കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് കവർ ചെയ്ത് ഒരു 4-5 വിസിൽ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ബീഫ് കറിക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ബീഫ് 1.5 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്പം വെളിച്ചെണ്ണ, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് ഒരു കുക്കർ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4-5 വിസിൽ മതിയാവും ബീഫ് വേകാനായിട്ട്. പിന്നെ ബീഫിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള വ്യത്യാസത്തിനനുസരിച്ച് നിങ്ങൾക്കത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വിസലിൻ്റെ അളവ്. അപ്പം നമ്മുടെ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഊറ്റിയെടുത്താണ്ട് നമ്മുടെ കപ്പ റെഡി ആയതുകൊണ്ട് ഇത് ബീഫും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കിയ ശേഷം നമുക്കൊരു വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ബോൾ ഗരം മസാല ചേർത്തെടുക്കാം. ഇതിലേക്ക് ഇനി 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, ഒരു 5 പച്ചമുളക് ഇതെല്ലാം ചേർത്ത് വഴറ്റിയ ശേഷം അല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയിലേക്ക് ഞാൻ അല്പം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് സവാള നല്ല സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് മസാലപ്പൊടികൾ എടുത്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മസാല ചേർക്കാം. മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 300 ഗ്രാം തക്കാളിയും കൂടി ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ മസാല നല്ല സോഫ്റ്റായി വന്നിട്ട് ബീഫും ഗ്രേവിയും ഉൾപ്പെടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 100 ml തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ കപ്പയും കൂടി ചേർത്തിട്ട് ഈ കാണാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ ചൂടിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം പച്ച സവാള നുറുക്കിയതും ഒരു പച്ചമുളകൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൻ.